അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ റമദാൻ എല്ലാ നിലയ്ക്കും നമുക്ക് ആനന്ദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന, അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് നോമ്പ് നോറ്റ് വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പ് കാലമായാൽ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിൽ പെട്ട ചിലതാണ്: ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ? ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ടും നോമ്പ് മുറിയില്ല. ഇത് രണ്ടിനേക്കാൾ അപ്പുറത്തുള്ള മറ്റൊന്നാണ് ട്രിപ്പ് ഇടുക എന്നത്. ട്രിപ്പ് എപ്പോഴാണ് ഇടുന്നത്? നമുക്ക് ശാരീരികമായി വളരെ വലിയ തളർച്ച വന്നു, ക്ഷീണം വന്നു, നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നതും പകൽ സമയത്ത് ട്രിപ്പ് ഇടുന്നതും. അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നാണ് പ്രബലമായ പണ്ഡിത അഭിപ്രായം. കാരണം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പ്രധാനമായും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് എന്തെങ്കിലും വസ്തു പുറപ്പെട്ടാലാണ്, ഉള്ളിലേക്ക് കടന്നാലാണ്. തുറക്കപ്പെട്ട ദ്വാരങ്ങൾ എന്ന് പറയുമ്പോൾ ചെവി, മൂക്ക്, വായ, നമ്മുടെ മുൻദ്വാരം, പിൻദ്വാരം തുടങ്ങിയ 5ഓളം ഭാഗങ്ങളാണ് തുറക്കപ്പെട്ട ദ്വാരങ്ങൾ. ഇതിലൂടെ എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. ചെവിയിൽ മരുന്ന് ഉറ്റിച്ചാൽ നോമ്പ് മുറിയും. വായിലൂടെ എന്ത് ഉള്ളിലേക്ക് മനഃപൂർവ്വം കടന്നാലും നോമ്പ് മുറിയും. അതുപോലെ മൂക്കും മറ്റുള്ള ഭാഗങ്ങളും. ഇൻസുലിൻ എന്നാൽ മാംസത്തിലേക്ക് വെക്കുന്ന ചെറിയൊരു നീഡിലാണ്. ഇഞ്ചക്ഷനും അങ്ങനെ തന്നെയാണ്. ട്രിപ്പാണ് നരമ്പിലൂടെ മരുന്നോ അല്ലെങ്കിൽ ക്ഷീണത്തിനുള്ള മരുന്നോ കയറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തുറക്കപ്പെട്ട ദ്വാരമല്ല ഞരമ്പ് എന്നാണ് പ്രബലമായ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഞരമ്പ് ഒരു ഹോളുള്ള ഒരു ഞരമ്പാണ്. പക്ഷേ അതിൻ്റെ മുകളിലൂടെ മാംസം കൊണ്ടും ചർമ്മം കൊണ്ടുമൊക്കെ മൂടിയിരിക്കുന്നത് കൊണ്ട് മൂക്ക് പോലെ, ചെവി പോലെ തുറക്കപ്പെട്ട ദ്വാരമല്ലല്ലോ. എങ്കിൽ പോലും അതിൽ നീഡൽ കയറ്റുമ്പോൾ, തുറക്കപ്പെട്ട ആ ഒരു ഞരമ്പിലൂടെ നീഡൽ പ്രവേശിപ്പിക്കുമ്പോൾ അത് തുറക്കപ്പെടുന്ന ദ്വാരമായി മാറുകയാണ്. അതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഏതായാലും ആ ഒരു അഭിപ്രായം കൂടി സൂക്ഷിച്ച് പകൽ സമയങ്ങൾ ട്രിപ്പ് ഇടാതിരിക്കലാണ് നല്ലത്. അത് രാത്രിയിലാവലാണ് ഏറ്റവും അഭികാമ്യം. നേരെ മറിച്ച് ഇൻസുലിൻ ചെയ്യുന്നത് കൊണ്ടും സാധാ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ടും അതൊക്കെ മാംസത്തിലായതുകൊണ്ട് നോമ്പ് മുറിയില്ല. ഇനി ട്രിപ്പ് ഇടേണ്ടി വന്നാൽ അതിനും തകരാറില്ല. കണ്ണിൽ മരുന്നൊഴിച്ചത് കൊണ്ട് നോമ്പ് മുറിയില്ല. ഉമിനീര് വിഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ ആ ഉമിനീരിൽ മലിനമായ ബ്ലഡിന്റെ അംശങ്ങളോ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ ആ ഉമിനീര് വിഴുങ്ങാൻ പാടില്ല. തെളിഞ്ഞ ഉമിനീര് തുപ്പിക്കളയാൻ പാടില്ല. അത് വിഴുങ്ങലാണ് വേണ്ടത്. ഉമിനീര് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ഭക്ഷണ ദഹിപ്പിച്ചു കളയാനുള്ള വളരെ വലിയൊരു സാധനമാണ്, വസ്തുവാണ് ഉമിനീര്. ഇനി ഒരാൾ ഉമിനീര് കുറെ തെളിഞ്ഞ ഉമിനീര് വാ നിറയെ വെച്ചു, എന്നിട്ടത് വിഴുങ്ങി, എന്നാലും നോമ്പ് മുറിയില്ല. പക്ഷെ ഈ പറഞ്ഞ രൂപത്തിൽ ഊനിൽ നിന്നോ പല്ലിൽ നിന്നോ അല്ലെങ്കിൽ വായിന്റെ ഭാഗങ്ങളിൽ നിന്നോ ഏതെങ്കിലും ബ്ലഡിന്റെ അംശം ആ ഉമിനീരിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലേന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉമിനീര് ഇറക്കാൻ പാടില്ല. അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. കഫം എന്നത് നെഞ്ചിൽ നിന്നും വരും, തലയോട്ടിയിൽ നിന്നും വരും. ഏതായാലും നമ്മുടെ വാ തുറക്കുമ്പോൾ ചെറുനാവ് എന്ന് പറയുന്ന ചെറിയൊരു സാധനമുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ ഹോളുള്ളത്, ഇറങ്ങുന്നത്.
അത് ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ തൊണ്ടയിലേക്ക് കഫം വന്ന് വായിന്റെ പരിധിയിലേക്ക് വന്നിട്ട് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. നേരെ മറിച്ച് ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി ഉള്ളിൽ തന്നെ വിഴുങ്ങി, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. വായിന്റെ പരിധിയിലെത്തിയതിന് ശേഷം, അതായത് ചെറുനാവിന്റെ ഉള്ളിൽ പുറത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും വിഴുങ്ങിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നല്ല ചൂടാണ്, കുളിക്കണമെന്ന് തോന്നുന്നു, ശരീരം ഒന്ന് കുളിർമയാകാൻ അല്ലെ തണുപ്പിക്കാൻ വേണ്ടി കുളിക്കുന്നു, അത് കറാഹത്താണെങ്കിലും നോമ്പ് മുറിയില്ല. കുളി കഴിവിന്റെ പരമാവധി രാത്രിയിലാക്കലാണ് നല്ലത്. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ചെവിയുടെ ഉള്ളിലേക്കോ വായുടെ ഉള്ളിലേക്കോ ഒക്കെ വെള്ളം ഇറങ്ങി പോകാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് മുങ്ങിക്കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പാടില്ലാത്തതാണ്. അപ്പോ പകൽ സമയത്ത് കുടിക്കുന്നത് കൊണ്ട് നോമ്പിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയപ്പെട്ട ദ്വാരങ്ങളിലൂടെ വെള്ളം ഉള്ളിലേക്ക് ചെല്ലുന്നതിനെ സംബന്ധിച്ച് നല്ലതുപോലെ ശ്രദ്ധ വേണം. ശ്രദ്ധയില്ല എങ്കിൽ, അതുപോലെ തന്നെയാണ് ഉളു എടുക്കുന്ന സമയത്ത് നമ്മൾ വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റുക എന്നത്, കുപ്പിളിച്ച് കളയുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണല്ലോ. അത് ചെയ്യുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കെ വളരെ കുറച്ച് വെള്ളമേ വായിലോട്ട് ഉപയോഗിക്കാവൂ. മൂക്കിലോട്ട് വെള്ളം കയറ്റി നല്ലതുപോലെ പുറോട്ട് കയറ്റരുത്. അങ്ങനെ വന്നാൽ ഉള്ളിലേക്ക് വെള്ളം കയറാൻ സാധ്യത ഈ രണ്ട് രൂപത്തിലും കൂടുതലായതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കത് പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെ കറകളഞ്ഞ നോമ്പായി, ഒരു തെറ്റുകളും അപാകതകളും കുഴപ്പങ്ങളും ഇല്ലാത്ത നോമ്പായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.